എൻ്റെ ജീവനെ ഓർത്ത് ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. കാരണം കർത്താവ് എനിക്കൊപ്പമുണ്ടായിരുന്നല്ലോ. സ്പെയിനിനെ ദുരിതത്തിലാഴ്ത്തിയ വെള്ളപ്പൊക്കത്തിനിടയിലും അനേകം വിശ്വാസ സാക്ഷ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ജോസ് ഫാബിയൻ എന്നയാളുടെ ഒരു അനുഭവമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വലൻസിയയിലെ ഒരു ആരാധനാ ചാപ്പലിന് ചുറ്റും വെള്ളം കയറിയപ്പോൾ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ചാപ്പലിനുള്ളിൽ സൂക്ഷിച്ച ദിവ്യകാരുണ്യ ഈശോയെ പൊതിഞ്ഞു പിടിച്ച അനുഭവത്തെക്കുറിച്ചാണ് ജോസ് ഫാബിയന് പറയാനുള്ളത്. ചാപ്പലിലെ ശുശ്രൂഷകനായിരുന്ന ജോസ് നഗരം വെള്ളത്താൽ ചുറ്റപ്പെട്ട അടുത്ത നിമിഷം തന്നെ ഉണർന്നിരുന്നു. ഒരാൾ പൊക്കം വെള്ളത്തിലേക്ക് അതിൻ്റെ തീവ്രത പെട്ടെന്നായിരുന്നു വർദ്ധിച്ചു വന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ദിവ്യകാരുണ്യം സൂക്ഷിച്ച മുറിയിലേക്ക് വെള്ളം കയറിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. ഉടൻ തന്നെ അതുമായി സുരക്ഷിത സ്ഥാനത്തേക്ക് പോവുകയായിരുന്നുവെന്നും ജോസ് പറഞ്ഞു. ആ സമയം തൻ്റെ ജീവൻ അപകടത്തിലാകുമോ, രക്ഷപ്പെടണ്ടേ എന്നുള്ള ചിന്തകളല്ലായിരുന്നു മനസ്സിൽ വന്നത്. എങ്ങനെയും യേശുവിൻ്റെ തിരുശരീരത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നുവെന്നും അദ്ദേഹം പങ്കുവച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു സഹശുശ്രൂഷകനൊപ്പം വളരെ കഷ്ടപ്പെട്ട് തന്നെ ദിവ്യകാരുണ്യ ഈശോയെ സൂക്ഷിച്ചിരുന്ന പേടകവുമായി 3-ാം നിലയിലേക്ക് മാറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ അടുത്തായി അത് പ്രതിഷ്ഠിച്ച ശേഷം അതിനു മുമ്പിൽ ഒരു മെഴുകുതിരിയും ജോസ് കത്തിച്ചു വെച്ചു. യേശുവിൻ്റെ ശരീരത്തെ സുരക്ഷിതമാക്കിയപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ഉത്കണ്ഠയും അടുത്ത നിമിഷം വിട്ടുമാറിയെന്നായിരുന്നു ജോസ് പറഞ്ഞത്. വലൻസിയയിൽ മരണങ്ങളും നാശനഷ്ടങ്ങളും സമ്മാനിച്ച വെള്ളപ്പൊക്കത്തിൽ നിരവധി സുമനസ്സുകൾക്കൊപ്പം രാജ്യത്തെ സഭയും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണ്.